ഹായ്, ഞാൻ ഷെറിൻ. ക്യാമറ എങ്ങനെ പിടിക്കാൻ അവിടെ നോക്കണമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ചിലപ്പം ഇതായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വ്ളോഗ് എന്നും പറഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച ഒരുപാട് വീഡിയോസ് എൻ്റെ ഗാലറിക്കകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഇത് വരുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം, ഇന്ന് ഞായറാഴ്ച കോഴിക്കോട് ഹർത്താലാണ്. പക്ഷേ ഞാൻ കുറച്ച് പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് പ്രാക്ടീസ് ഉണ്ട്. കാരണം അവരുടെ സ്കൂളിൽ പ്രോഗ്രാം എടുത്തു. അപ്പോൾ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവരുടെ പാരൻസ് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇന്ന് പ്രാക്ടീസ് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്ന് കൊടുക്കാമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടി കൂടുമായിരിക്കും. ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഓട്ടോ ഒക്കെ പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഓട്ടോ കിട്ടുമോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കും, ഓട്ടോ കിട്ടുമോ അറിയില്ല. അപ്പോൾ എന്തായാലും പോകണം. അപ്പം ഇന്നൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറന്നില്ലെങ്കിൽ നടക്കും. ഓക്കെ, അപ്പോൾ ശരി, ബാക്കി ഞാൻ ഷൂട്ട് ചെയ്യാം മറന്നില്ലെങ്കിൽ. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ തന്നെ അവിടെ എത്തി കുട്ടികളെ കണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം വീഡിയോ എടുക്കുക ഞാൻ മറന്നുപോയി. എനിക്കറിയാം ഞാൻ മറക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന്. പിന്നെ ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പലഹാരമൊക്കെ മേടിച്ച് നേരെ എൻ്റെ ഫ്രണ്ട് ഇഷാരയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഇഷാര നല്ല അടിപൊളി ചായയൊക്കെ വെച്ച് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ലൊരു മൂവി കണ്ടു. മൂവി വന്നിട്ട് വിവേകാനന്ദൻ വൈറലാണ്. ആ മൂവി അവിടെ ഇരുന്ന് കുറച്ച് നേരം കണ്ടു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഞാൻ വീണ്ടും റെഡിയായി. വരുന്ന വഴിക്കൊന്നും ഷൂട്ട് ചെയ്തില്ല, നല്ല മഴയായിരുന്നു കേട്ടോ. മഴ നനഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ പോകുന്നത് വീണ്ടും കഴിക്കാൻ തന്നെയാണ്. അപ്പോൾ പോയത് ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ്. അവിടെ അടിപൊളി പ്രോട്ടീൻ റിച്ച് ഫുഡ് ഉണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് പോവാണ്. എന്നെ അവിടെ കൊണ്ടുപോയത് അനൽക്കാണ്. അനൽക്ക് വന്നിട്ട് ലൈക്ക് മൈ ഓൺ ബ്രദർ. എനിക്ക് ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പരിചയമാണ്. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേത്തെ വിശേഷം മാത്രമേ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ബായ്.